ബേബി പ്ലാൻ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉണ്ട്. റോഷന് എത്ര ഏജായി, എനിക്ക് എത്ര ഏജായി എന്നുള്ളത് നോക്കട്ടെ. റോഷന് ഇഷ്ടംപോലെ ആൾക്കാരായിട്ട് കമ്മിറ്റഡ് ആയിട്ടുണ്ട്. അതൊരു പുതുമുള്ള കാര്യമാണ്. റാശി കമ്മിറ്റഡ് ആണ്. ഇങ്കി ഉണ്ടാക്കി തന്നതിൽ റോഷന് ഇഷ്ടപ്പെട്ട ഫുഡ് ഇങ്കി ഉണ്ടാക്കി തന്ന ആകെ ഒരു സാധനം. ഞാന് മുമ്പാണെന്നുണ്ടെങ്കിൽ എന്റെ ഡ്രസ്സ് അയൺ ചെയ്താൽ മതി. ഇപ്പൊ ഇവിടുത്തെ കൂടി അയൺ ചെയ്ത് കൊടുക്കണം. ये फिनिश करके हम जाएगा. ഹിന്ദി. ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് എന്താ മോളെ? അതെ, Q&A. ഒരുപാടായി നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന Q&A ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചു Q&A ചെയ്യാന്നല്ലേ. യെസ്. അപ്പൊ നമ്മൾ റെഡിയാണ്. നിങ്ങൾ റെഡി അല്ലേ? റെഡി അല്ലേ? റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം കേട്ടോ. വാ. അപ്പൊ കൊറേ ആൾക്കാർ ചോദിച്ച ക്വസ്റ്റ്യനില് എന്താ പറയാ, എല്ലാവരുടെയിൽ നിന്നും എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ്. നിന്റെ ഉമ്മാടെ വീട് എവിടെയാണ്? നിന്റെ ബ്രദറിന്റെ ജോലി എന്താണ്? ഇതന്നെ ക്യാമറ ഉണ്ട്. ഫോട്ടോഗ്രാഫി ഉണ്ട്, വീഡിയോഗ്രാഫി ഉണ്ട്. റോഷന്റെ ജോലി എന്താണ്? ഇതന്നെ. ഈ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഇൻഫ്ലുവൻസിങ്, ഇതൊക്കെ തന്നെയാണ് എന്റെ ജോലി. എത്രയോ വട്ടം പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ അറിയുന്ന. പിന്നെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസിന്റെ ബബിളിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അത് ലാൻഡ് സ്ലൈഡിൽ, നമ്മുടെ മുണ്ടക്കയിലായിരുന്നു. അപ്പൊ ലാൻഡ് സ്ലൈഡിൽ അത് സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. ഓക്കെ, നെക്സ്റ്റ്. ടൂറ് പോകുന്നില്ലേ? ടൂർ പോണം. ഹണിമൂൺ അല്ലേ? ഹണിമൂൺ പോണം. വെരി സൂൺ ഉണ്ടാവും കേട്ടോ. നമ്മള് ശരിക്കും മണാലി പോകാൻ പ്ലാൻ ചെയ്തിട്ട് ടിക്കറ്റ് ബുക്ക്. അതെ, കാശ്മീർ പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ അവിടെ മറ്റേ ഈ പഹൽഗാം അറ്റാക്ക് ഉണ്ടായപ്പോ നമ്മൾ എന്ത് ചെയ്ത് അല്ലെ, സ്റ്റോപ്പ് ചെയ്ത്. പിന്നെ മണാലി പോവാ ചോദിച്ചു. അപ്പൊ അതിന് വാറിന്റെ ഓരോ സംഭവങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷെ വേറെ എവിടെയെങ്കിലും ആയിട്ടോ ഹണിമൂൺ ആയിട്ട് നമ്മൾ പോകുന്നതാണ്. അതെ, ചെറുതും വലുതും അല്ലാത്ത ചെറിയ വലുതായിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. ഞാൻ എത്ര വരെ പഠിച്ചു എല്ലാരും ചോദിക്കുന്നത് എന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഞാൻ എന്താ പഠിക്കുന്നത്, ഞാൻ ജോലിക്ക് പോകുന്നുണ്ടോന്നൊക്കെ. അപ്പൊ എന്റെ കാര്യത്തിൽ ഇത്ര ഉത്കണ്ഠ കാണിക്കുന്നതിന് സന്തോഷം. ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ ACCA ചെയ്തു. ACCA ഞാനിപ്പോ കുറച്ചു കാലത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അത് റിവീൽ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളോട് റിവീൽ ചെയ്ത് തരാം. ഓക്കെ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാം. ACCA ആണോ പഠിച്ചത്? ഞാൻ ACCA ആണ് ചെയ്തത്. പിന്നെ ജോലിക്ക് പോകുന്നുണ്ടോന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്നില്ല. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തല്ലേ നമ്മളെ പുതിയൊരു സംഭവം, നമ്മളൊരു ബിഗ്ഗസ്റ്റ് സർപ്രൈസ് വരുന്നുണ്ട് എന്നുള്ളത്. അതെല്ലാരും നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് വെരി സൂൺ. അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ അതിന്റെ ഒരു 70% സംഭവം കഴിഞ്ഞ് ഇനി ഒരു 30% കൂടി ഉള്ളു. ആ 30% കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യും. ബിഗ്ഗസ്റ്റ് സർപ്രൈസ് നമ്മൾ കല്യാണത്തിന് മുന്നേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് പൊട്ടിക്കണം നമുക്ക്. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പൊ കൊറേ ആൾക്കാർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, റോഷൻ എത്ര ഏജായി, എനിക്ക് എത്ര ഏജായി എന്നുള്ളത്. നോക്കട്ടെ, അത് ആരാണോ അവന് ചോദിച്ചേ? ഏതവനാണോ അത്? ഫാത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട്. പിന്നെ ഫറ 12505 ഇവരൊക്കെ ചോദിച്ചിട്ടുണ്ട്. എത്ര വയസ്സായി റോഷൻ, എത്ര വയസ്സായി എന്ന് അറിയാൻ എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആണല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്ത ഒരു സത്യമുണ്ട്. എനിക്ക് 20-21 വയസ്സായിട്ടുള്ളൂ. അതെ, സത്യം പറ, എത്ര ഏജ് ആയിരുന്നു? സത്യം പറ. വേണമെങ്കിൽ നിങ്ങളൊക്കെ ഒരു വേണമെന്നുണ്ടെങ്കിൽ ഒരു 23-24 ഒക്കെ ആക്കാം അല്ലേ? എത്ര ഏജ് ആയി എന്നറിയോ? 10-30 വയസ്സായി, മധ്യവയസ്കനായി. 29 വയസ്സാണ് എനിക്ക്. 30 ആവാൻ പോണുള്ളൂ. പക്ഷെ ഞാൻ ഭയങ്കര യങ് ആണ് ഗൈസ്. എനിക്ക് 22 വയസ്സായിട്ടുള്ളൂ. അതെ, 22 വയസ്സ് വേണ്ട തോന്നുന്നോ? എത്ര വയസ്സായി? നിങ്ങൾ എന്നെ കമന്റ് ചെയ്യും. ചിങ്കിനെ കണ്ട എത്ര വയസ്സ് തോന്നിക്കുന്നുള്ള നിങ്ങൾ കമന്റ് ചെയ്യും. എനിക്ക് എത്ര വയസ്സ് തോന്നിക്കുന്നുള്ളത് ശരിക്കും നിങ്ങൾ കമന്റ് ചെയ്യും കേട്ടോ. എന്നെ കണ്ട ഒരു 21-22 അല്ലേ തോന്നിക്കുള്ളൂ. ചിങ്കിനെ കണ്ട എത്ര തോന്നിക്കുന്നുള്ള നിങ്ങൾ പറ. നിങ്ങൾ ഓരോന്നെ പറയട്ടെ. ഓക്കെ, നിങ്ങൾക്ക് വിട്ടുവന്നിരിക്കുന്നു. ഓക്കെ. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എത്രയപ്പോ? ഏജ് ഡിഫറൻസ് അതെത്ര 3, 4, 5 അത്ര. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാട്ടോ. Zaiba's first reaction when Roshan is committed. അതൊരു പുതുമുള്ള കാര്യമില്ലല്ലോ. ഞാനുമായിട്ട് കമ്മിറ്റഡ് ആവുന്നതിന്റെ മുന്നേ റോഷൻ ഇഷ്ടംപോലെ ആൾക്കാരായിട്ട് കമ്മിറ്റഡ് ആയിട്ടുണ്ട്. അതൊരു പുതുമുള്ള കാര്യം അല്ല. അങ്ങനല്ല പറഞ്ഞത്. ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ആർക്കാണെന്നുണ്ടെങ്കിലും ഈ ഇപ്പോഴത്തെ ഈ ഒരു സമൂഹത്തിലും സൊസൈറ്റിയിലും ആയിട്ട് എല്ലാവർക്കും ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ബോയ് ഫ്രണ്ട്സും ഉണ്ടാവുമല്ലോ. ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനൊന്നുമില്ല, കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ,
എന്തായിരുന്നു ഓളെ റിയാക്ഷൻ? സൈബിന്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈബക്ക് എന്ത് ഇന്ത്യയിൽ ഒരു കുഴപ്പമില്ല ഓൾക്ക്. എന്നാലും ചെറിയ ഇവര് രണ്ടാളും തമ്മിൽ ഇപ്പോഴും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കുശുമ്പത്തരും അല്ലേ? എനിക്കില്ല ഒരു കുശുമ്പത്തരോ. അത് സൈബക്ക് ആ ഒരു സാധനമുള്ളത്. സ്നേഹം ഓൾക്ക് കിട്ടാതെ വരുമോ, ഓളെ കൊണ്ടുപോവാതെ പോവുമോ എന്നൊക്കെ ഉള്ളത്. ഇടയ്ക്ക് സോപ്പിട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റാവും. പിന്നെ റാഷിന്റെ കാര്യത്തിലാണ് ശരിക്ക് ഓൾക്ക് പ്രശ്നമുള്ളത്. അതെ അതെ അതെ, അതിന് മാത്രമുള്ള ഓൾക്ക് വലിയ റിയാക്ഷൻ. ഇന്ത്യതിന് പറഞ്ഞാല് അപ്പപ്പ കാര്യങ്ങളോ, അതായത് ചിലപ്പോ പോകുമ്പോ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓള് കരയും, സങ്കടപ്പെടും, ഭയങ്കര ഇങ്ങനെ സ്നേഹത്തോടെ ഞാനും കൂടി വരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു സാധനമൊക്കെ. അപ്പൊ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ഇവളായിട്ട് കമ്പനി ആയപ്പോ അതൊക്കെ മാറി. നെക്സ്റ്റ് റാഷിന്റെ കാര്യം പറഞ്ഞോണ്ട് തന്നെ, റാഷിന്റെ നിക്കാഹായോ ഓർ റാഷി കമ്മിറ്റഡ് ആണോ? റാഷി കമ്മിറ്റഡ് ആണോ എന്നുള്ളത് ഓനോട് ചോദിക്കേണ്ട കാര്യമാണ് അല്ലേ? നമുക്കറിയില്ല. പക്ഷെ ഓന്റെ കല്യാണം നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട്. നോക്കാം. അതെ 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 അതെ, നോക്കാം. നിങ്ങൾ പറയും അതേപോലെ അതെ പരിഗണിക്കാം. അതെ. അപ്പൊ അതെന്താ അനശ്വര ബാബു. പിന്നെ ഒരുപാട് ആളുകൾ ചോദിച്ച ക്വസ്റ്റ്യൻ, ബേബി പ്ലാൻ ഉണ്ട്? ബേബി പ്ലാൻ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉണ്ട്. അടിക്കരുത്. ബേബി പ്ലാൻ ഇപ്പൊ ഇല്ല കേട്ടാ. കുറച്ചായിട്ട് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ച ഒക്കെ കഴിഞ്ഞിട്ടില്ലേ? അല്ല ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ, ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ടില്ലേ? അല്ലേ? അതെ, സമാധാനം ആയല്ലോ അല്ലേ? ഇപ്പൊ 2 അടി എനിക്ക് കൊണ്ടപ്പോ നിങ്ങക്ക് സമാധാനം ആയല്ലോ അല്ലേ? സിംഗിന്റെ റിയൽ നെയിം എന്താ? മറിയം മെഹർ. അതല്ല, ഫാത്തിമ മെഹറിൻ. ഫാത്തിമ മെഹറിനാണ് സിംഗിന്റെ റിയൽ നെയിം. എനിക്ക് ഇഷ്ടം പോലെ പേരുണ്ട് ഗൈസ്, എനിക്കിനി അറിയില്ല എത്ര പേരുണ്ട്. ഒന്ന് സിംഗിന്ന് വിളിക്കും, വീട്ടിലെല്ലാരും വിളിക്കും. മറിയെന്ന് വിളിക്കും, മറിയം മെഹ്റ. പിന്നെ മങ്കീന്ന് വിളിക്കും. അല്ല, അത് ഈ എന്റെ അനിയത്തിയും കൂടി വിളിക്കുന്ന പേരല്ലേ? അതെ, ബാക്കിയല്ലേ പറയും ഫാത്തിമ മെഹറിൻ. ഫാത്തിമ മെഹറിൻ എന്റെ ഒഫീഷ്യൽ നെയിം ഫാത്തിമ മെഹറിൻ എന്നാണ്. അതെ, ഇനീഷ്യൽ ഒന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് എനിക്ക് കേൾക്കണം. റോഷന് സിംഗി വന്നതിന് ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെ? എന്റെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ മാറ്റത്തിലല്ലോ അല്ലേ? ചോദിച്ചതാണ് ലെനാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ ചോദിച്ചത്. എന്റെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് സ്നേഹിക്കാനായിട്ട് എന്റെ ഭാര്യയെ കിട്ടി. മാറ്റങ്ങളാണ് ചോദിക്കുന്നത്. അതന്നെ, അത് മാറ്റമാണല്ലോ. ഇതുവരെ സ്നേഹം കൊടുക്കാനില്ലായിരുന്നു, ഇപ്പൊ സ്നേഹം കൊടുക്കാൻ ഒരാളായി. അപ്പൊ അതൊരു മാറ്റമാണല്ലോ. നിക്കായിന് മുന്നേ എനിക്ക് സ്നേഹം തന്നിരുന്നു. ഇപ്പൊ ഡയറക്റ്റ് കൊടുക്കാൻ തുടങ്ങി. അതന്നെ ആ ചേഞ്ച് അല്ല, സ്വഭാവത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി? സ്വഭാവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നേരത്തെ എണീക്കാൻ തുടങ്ങി. ഭയങ്കര ക്ലംസി ആയിട്ടുള്ള ആളാ. അതായത് അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞ് ഡ്രസ്സുകളൊക്കെ ഒരു മൂലയിൽ അങ്ങനെ. ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നുമില്ല, പക്ഷെ ആ മൂലക്കൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ നല്ല ചീത്ത കേൾക്കുന്നത് കൊണ്ട് അപ്പൊ എടുത്തു വെക്കും. ഈ മൂലക്കല് വരെ ഇപ്പൊ ഉണ്ട്. ഈ മൂലക്കല് ഇവിടെ ഉണ്ട്, ആ മൂലക്കലുണ്ട്. ആ മൂലക്കല് വീഡിയോ എടുക്കണ കണ്ടപ്പോ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചതാ. അപ്പൊ എന്താ പറയാത്ത ആണോ അല്ലേ? ഒതുക്കി വെച്ചിട്ടുണ്ട്. കാണിച്ചരാ, ഒന്ന് കാണിച്ചരാ. ഭയങ്കര ക്ലംസിയാണ്. ഞാൻ വന്നപ്പോ അതൊക്കെ മാറി. ഇപ്പൊ കാണിച്ചരാ. കണ്ടില്ലേ? അവിടെ കണ്ടില്ലേ മൂലൊരു സാധനം ഒതുക്കി വെച്ചേക്കുന്നത്? സാധനങ്ങളാന്ന് കൂടി പറയും. എന്റെ സാധനങ്ങളൊക്കെ ഞാൻ അലക്കാൻ കറക്റ്റ് ആയിട്ട് ലോണ്ടറിയിൽ കൊണ്ടുപോയി വെക്കാറുണ്ട്. ലോണ്ടറി വാഷിംഗ് മെഷീന് ഇവിടെ ആരും അങ്ങനെ ആ കല്ലിൽ അലക്കാറില്ല, വാഷിംഗ് മെഷീനിൽ അലക്കാറുള്ളൂ. അതെ, ആരാ വാഷിംഗ് മെഷീനിൽ അലക്കണേ? വാഷിംഗ് മെഷീൻ ഇവിടുത്തെ ഉപയോഗിക്കാൻ എനിക്ക് അറിയാത്തത് കൊണ്ടാ. പിന്നെ കുടുങ്ങി കിടക്കുക. വാഷിംഗ് മെഷീന്റെ അവസ്ഥ ഞാൻ കാണിച്ചു. പിന്നെ ഞാന് മുമ്പാണെന്നുണ്ടെങ്കിൽ എന്റെ ഡ്രസ്സ് അയൺ ചെയ്താൽ മതി. ഇപ്പൊ ഇവിടുത്തെ കൂടി അയൺ ചെയ്ത് കൊടുക്കണം. എന്താ പ്രശ്നം? ഈക്വലായിട്ട് വർക്ക് എടുക്കുന്നതിന് എന്താ പ്രശ്നം? ഈ കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. തിന്ന പാത്രം പോലും എടുത്ത് വെക്കാറില്ല. അത് പിള്ളാട്ടൊക്കെ തരല്. അതെന്താന്ന് എനിക്കറിയില്ല. ഇതുപോലെ നമ്മളെ ഓഡിയൻസ് ഇപ്പൊ ആണുങ്ങളൊക്കെ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും. അവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തിന്ന പ്ലേറ്റെങ്കിലും കൈകാനുള്ള ഒരു മാന്യത കാണിക്കണം. അതെ, അതായത് എനിക്ക് കിട്ടുന്ന ചോറിന്റെ പാതി ഞാൻ ഇവൾക്ക് കൊടുക്കും, പാതി ഞാൻ എടുക്കും.
ആ ചോറിന്റെ പാതി ഇതാക്കുമ്പം എൻ്റെ വൈഫ് ഞാൻ വിചാരിച്ചത് എന്നോട് കാണിക്കുന്ന സ്നേഹമാണ്, ഇക്കൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ പ്ലേറ്റും കൊണ്ടേ കഴുകി തരുന്നത്. നമ്മള് നമ്മള് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള സാധനം വേറൊരാളെ കൊണ്ട് കഴുകിപ്പിക്കാന്ന് പറയുന്നതിൽ വളരെ എടി ഞാൻ അങ്ങനെ തിന്നല് മാത്രമല്ല, തുപ്പലൊന്നും ഇറ്റലില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനുണ്ടല്ലോ ചവച്ചിട്ട് അത് തുപ്പി ഇതില് വെക്കലില്ല, അതുകൊണ്ട് നിനക്ക് സുഖമായിട്ട് കഴുകാലോ, അപ്പൊ എച്ചിലില്ലല്ലോ. ഇന്ന് പക്ഷേ ഇവനാണ് പാത്രം കഴുകിയത്. അത് അപ്പൊ ഇതാണ് മാറ്റം വന്നത്. അതിന്റെ മുന്നേ ഞാൻ ഇതൊന്നും ചെയ്യാറില്ലായിരുന്നു, ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി, അതാണ് മാറ്റം. പിന്നെ വീഡിയോ കുറച്ച് റെഗുലറായി. മുന്നേ നമ്മള് റെഗുലർ ആയിരുന്നു, ഇപ്പൊ 2-3 ദിവസം വ്യത്യാസം വന്നു കിട്ടോ ഇടയിലെ ചെയ്യാൻ പറ്റില്ല. കാരണം അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതെ നമ്മുടെ ബിഗ്ഗസ്റ്റ് സർപ്രൈസിന്റെ കുറച്ച് പിന്നണി പ്രവർത്തനത്തിലായിരുന്നു, അതുകൊണ്ടാണ് ലാഗ് വന്നത് കേട്ടോ. ക്ഷമിക്കണം, എല്ലാ ദിവസവും ചെയ്യും മാക്സിമം, ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ദിവസവും ഷോർട്സ് എങ്കിലും വരും. പക്ഷെ ഇത് വരാഞ്ഞത് ഇതാട്ടോ. അതെ, സിങ്കി ഉണ്ടാക്കി തന്നതിൽ റോഷന് ഇഷ്ടപ്പെട്ട ഫുഡ്, സിങ്കി ഉണ്ടാക്കി തന്ന ആകെ ഒരു സാധനം, അത് ഇവിടെ ഉമ്മക്ക് ഉറങ്ങുമ്പോ ഇവിടെ വീട്ടിൽ ഇവിടെ രാത്രി പോയിട്ട് ഒരു സാധനം ഉണ്ടാക്കും, ആ മാഗി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മാഗി, പിന്നെ ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞാൽ വൈവൈ, പിന്നെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കൊറിയൻ നൂഡിൽസ്. ഇതെല്ലാം നൂഡിൽസ് ആണ് കേട്ടോ, ഇത് മാത്രം വിളിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളൂ. വേറൊരു സാധനം ഇവള് ഉണ്ടാക്കി തന്നിട്ടില്ല. താങ്ക് യു. എനിക്ക് അറിഞ്ഞത് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാത്തതല്ല, എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഓംലെറ്റ് ഒക്കെ എനിക്ക് പൊരിച്ചു തന്നില്ലേ? അപ്പൊ കഴിഞ്ഞ ദിവസം കൊച്ചിന്ന് നിനക്ക് മറ്റേ ഇത് ഉണ്ടാക്കി തന്നില്ലേ? അത് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഇട്ടേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കാണാത്തുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ഫോളോ ചെയ്യാം. അവിടെ ഒറ്റ മിനിറ്റ് ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഇൻസ്റ്റൊക്കെ ഒന്ന് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, എൻ്റെ ഇവളതും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യണേ. അപ്പൊ നമ്മളെ ചെറിയ അപ്ഡേറ്റുകളൊക്കെ അതിൽ കാണാൻ നിങ്ങൾക്ക് പറ്റും. ഫോട്ടോസും ചെറിയ റീലൊക്കെ, ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ കാളാഞ്ചി ഞാന് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്ത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ വെറുതെ തള്ളിക്കൊണ്ടിരിക്കും. അത് നമ്മള് ഉണ്ണിച്ചേട്ടൻ ഉണ്ടാക്കി തന്ന കറിയാണ്, ഭയങ്കര. പക്ഷെ സ്റ്റോറി ഇട്ടത് ഞാൻ ഉണ്ടാക്കിയ പോലെയാണ്. ഞാൻ സ്റ്റോറി ഇട്ടത് സ്റ്റോറി ഇട്ടത് ഞാൻ ഉണ്ടാക്കിയ പോലെയാണ്. അവിടെ എങ്ങനെ ഇരുന്ന് 2 വാചകം അടിച്ചു പോയി. പക്ഷെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ, ഉള്ളി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതെന്താ Q&A ആണ്, കഥ മാറിപ്പോണ്ട്. നേരത്തെ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ചെറിയ ചേഞ്ച്. എന്നോടാണ് ചോദിക്കുന്നത് എനിക്ക് ആഫ്റ്റർ മാരേജ് വന്ന ചേഞ്ചസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന്. ഫെമിന ഷാജി എന്ന് പറഞ്ഞ അക്കൗണ്ട് എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് വന്ന ചേഞ്ചസ്, ഞാൻ എൻ്റെ വീട്ടിൽ വളരെ ലേറ്റ് ആയിട്ട് എണീക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ വൈകുന്നേരം 4 മണി 5 മണിയാണ്, രാവിലെ 5 മണി 6 മണി. അത്ര ലേറ്റ് ആയിട്ടൊന്നല്ല, 2 മണി 3 മണി അടവിലൊക്കെ എണീക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ച് വർക്ക് ഒന്നും ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ഞാന് ഇഷ്ടംപോലെ സമയം കിടന്നുറങ്ങും. കാരണം എൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് എനിക്കൊരു പണിയും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട്. പക്ഷെ ഇവിടുന്ന് ഞാൻ വളരെ നേരത്തെ എണീക്കാറുണ്ട്. ഒരു 7-7:30 ഉള്ളിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും എണീക്കാൻ. പിന്നെ പറ്റിയിട്ടില്ലാന്നുണ്ടെങ്കിൽ 8 ഉള്ളിലെങ്കിലും ഞാൻ എണീക്കും. പിന്നെ എനിക്ക് ഇവിടെ ഉണ്ടായ ചേഞ്ചസ് എന്താന്ന് വെച്ചാല്, ഒരു പണിയും ചെയ്യാത്ത ഞാൻ ഇപ്പൊ കുറച്ച് പണികളൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഞാനൊരു എന്താ പറയാ കൗച്ച് പൊട്ടറ്റോ ആയിരുന്നു ഗൈസ്. പക്ഷെ ഇപ്പൊ ഞാൻ ഒരുപാട് പണികളൊക്കെ ചെയ്യും. പണി എടുക്കുന്നുണ്ട്. അതായത് എന്തൊക്കെയാ അറിയോ, മറ്റേ നമ്മള് അടിച്ചോരും തുടയ്ക്കും. പിന്നെന്താ ചെയ്യാ, പിന്നെ ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് പാത്രമൊക്കെ കഴുകും. എല്ലാവരും പണിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് പറ്റണ കാര്യങ്ങളൊക്കെ അവൾ എടുത്ത് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെയാണല്ലോ ഫുള്ള് പണിയും ആയി വരിക. അതിന്റെ കമന്റ് വേറെ ഉണ്ട്, ഞാൻ ചോദിക്കാട്ടാ. ഇതിപ്പോ ഞാൻ ചെയ്യുന്നത് ഇവരാരും എന്നെ നിർബന്ധിച്ചിട്ട് ഇതാക്കുന്നതോ അല്ലെങ്കിൽ ഞാനിവിടെ ഇതായതുകൊണ്ടല്ല. എനിക്കൊരു ഇത് തോന്നിയിട്ടാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. ഏത് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു എൻ്റെ ഉള്ളിലൊരു സാധനം തോന്നിയിട്ട്, അല്ലാണ്ട് ഞാൻ അവിടുത്തെ വേലക്കാരി ആയതുകൊണ്ടല്ല. വേലക്കാരി ആയിരുന്നാലും നീയൻ മോഹവല്ലി. ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഷഹർബാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. സിങ്കി വീട്ടിൽ കല്യാണം കഴിച്ച് വന്നത് ആണ് വിചാരിച്ചിട്ട് ഉമ്മ ഭയങ്കരമായിട്ട് പണിയെടുപ്പിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ സിങ്കിക്ക് കഷ്ടപ്പാട് തോന്നിയിട്ടുണ്ടോ? സിങ്കിക്ക് റോഷുവിന്റെ വീട് ഓക്കെ ആണോ? ഉമ്മ ഒരു ടിപ്പിക്കൽ അമ്മായിയമ്മയാണോ? സിങ്കിയുടെ അഭിപ്രായം പറയും.
വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞാൽ ഉമ്മ ഒരു ടിപ്പിക്കൽ അമ്മായിയമ്മയാണ്. അതായത് ഒരു 90s അമ്മായിയമ്മയാണ്. നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചില അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും ചെയ്യാന്നല്ലാണ്ട് അവരെ മൈൻഡ് സെറ്റ് നമുക്ക് ഒരിക്കലും ചേഞ്ച് ആക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലേ? പിന്നെ ഒരുപാട് പണിയെടുപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് പണികൾ, അല്ലാണ്ട് ഞാനും ഫോഴ്സ്ഫുള്ളി നീ അത് ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല. ഓക്കെ, അതായത് പറഞ്ഞ ഓർക്ക് കറക്റ്റ് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് അമ്മ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണല്ല കേട്ടോ. അതെ, പക്ഷേ ടിപ്പിക്കൽ അമ്മായിയമ്മ ആണോന്ന് ചോദിച്ചാൽ ഒരു ടിപ്പിക്കൽ അമ്മായിയമ്മ തന്നെയാണ്. അങ്ങനെ റോഷന്റെ വീട് ഓക്കെ ആണോ എന്ന് ചോദിച്ചാല് നമ്മുടെ സ്വന്തം വീടിന്റെ അത്ര എന്തായാലും വരില്ലല്ലോ. ഓക്കെയാണ്, മാഷാഅല്ലാഹ്. അതെ, അതിപ്പോ അവിടെ പോയാൽ എനിക്കും എന്റെ സ്വന്തം വീടാവൂലല്ലോ. നിന്നെ ആരെങ്കിലും അവിടെ പിടിച്ചു വെക്കുന്ന നിക്കുന്ന പറഞ്ഞിട്ട് അല്ല, ഞാൻ അടക്ക് നിൽക്കുമ്പോഴേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരോ വാതിൽ തട്ടി തോന്നുന്നുണ്ടല്ലോ. ആരാണ്? കാനയ്ക്കോ ടൈം के लिए बुला रहा आई थिंक, बट नो प्रॉब्लम, हम ये फिनिश करके हम जाएगा. ഹിന്ദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിങ്കിക്ക് എപ്പോഴെങ്കിലും ജൈബയുടെ സംസാരത്തിൽ വിഷമം തോന്നിയിട്ടുണ്ടോ? ചില വീഡിയോസിൽ നമുക്ക് തോന്നുന്നു ജൈബ മുതിർന്നവരെ പോലെ സംസാരിക്കുന്നത്. ഇത് നമ്മള് കൊറേ വീഡിയോസിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യ. അതങ്ങനെ സംസാരിക്കാനുള്ള റീസൺ ഇവരെ കൂടെ വളർന്നത് കൊണ്ടാണ്. അവൾക്ക് ചെറിയ കുട്ടികളായിട്ടുള്ള കമ്പനിയൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പൊ ഉണ്ട്, ഇപ്പൊ കുറച്ചുകൂടെ ഉണ്ട്. ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതിനു ശേഷം ഒരുപാട് ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് കമ്പനി ഉണ്ട്. പിന്നെ ഇവര് കുറച്ച് ലാളിക്കുന്നതിന്റെ ഒരു ചെറിയ പ്രശ്നം അവൾക്ക് ഉണ്ട്. അതായത് ക്ലോസ് ആണല്ലോ, അതായത് മൊത്തത്തിൽ മറ്റേ നമ്മളെ കൂടെ തന്നെയാണ് ഓള് വളർത്തുന്നത്, സിബ്ലിങ്സ് വേറെ ഒന്നും ഇല്ലാതെ. അപ്പൊ നമ്മളെങ്ങനെയാന്ന് പറഞ്ഞാല് നമ്മളൊരു ഫ്രണ്ടിനോട് പെരുമാറണമായിരുന്നു. ഓള് അനിയത്തി എന്നുള്ള മാതിരില്ല, ഫ്രണ്ടിനെ പോലെ ആയിരുന്നു. അപ്പൊ ആ ഒരു വലിയ വർത്താനത്തിന്റെ സാധനം ബഹുമാനിക്കാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നോർമലി കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്നതാണ്. അത് പ്രായം കഴിയുന്നതിനനുസരിച്ച് മാറി, അതെ, ചേഞ്ച് ആവുന്നതിനനുസരിച്ച് മാറി 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 വരും. മെച്ചോർഡൊക്കെ ആയിട്ട് സെറ്റ് ആവും. കുരുത്തക്കേട് കളിക്കുന്ന ടൈമിൽ കുരുത്തക്കേട് കളിക്കും. നിങ്ങൾ വിചാരിക്കും അവളെ ശാസിക്കുന്നില്ല എന്നുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഉമ്മ നന്നായിട്ടുള്ള ചീത്ത പറയാറുണ്ട്, നല്ലോണം കൊടുക്കാറുണ്ട്. അതെ, ശാസനയും ലാളനയും ഇല്ലാതെ ആരാപ്പ നന്നായിട്ടുള്ളത് അല്ലെ? എല്ലാം ഉണ്ടാവും, പക്ഷെ എല്ലാം കൂടെ നമുക്ക് ഇതിൽ കാണിക്കണം പറ്റണമെന്നില്ലല്ലോ. അതെ, നിങ്ങൾ ആകെ നമ്മുടെ ഒരു 20 മിനിറ്റ്സോ 30 മിനിറ്റ്സോ കാണുന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരിക്കും ഇതില് ജൈബയും കൂടി വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ പിക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനെ, സിങ്കിനെയാണോ ജൈബനെയാണോ റോഷന് കൂടുതൽ ഇഷ്ടം? സത്യം മാത്രമേ പറയാവൂ, ആരെങ്കിലും ഒരാളെ മാത്രമേ പറയാവൂ. നെഹാർ എന്ന് പറഞ്ഞ കുടുംബം കലക്കാൻ വേണ്ടി വന്നാൽ ആരാണത്? നെഹാറിന്റെ ഉദ്ദേശം എന്തായാലും നടക്കൂല. ഞാൻ പറഞ്ഞിട്ടേ, കൊറേ ഓടിയതാണ്. ഈ രണ്ടു പേരില് നമ്മുടെ ശരീരത്തിൽ ഏതാ വേണ്ടത് നോക്കിയാൽ രണ്ടും വേണമെന്ന് പറയുമല്ലോ. ശരിക്കും ജൈബയും കൂടി ഉണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈ ആരെ പറയുന്നൊക്കെ വേണ്ടിട്ട്. അതെ, എനിക്ക് എന്റെ വൈഫിനെയും എന്റെ അനിയത്തിനെയും ഭയങ്കര ഇഷ്ടമാട്ടോ, ഒരേപോലെ. അതാണ്, വൈഫിനുള്ള സ്നേഹം വൈഫിനെ കൊടുക്കാൻ പറ്റുള്ളൂ, അനിയത്തിക്കുള്ള സ്നേഹം അനിയത്തിക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്താണ് ഇതൊക്കെ? എന്ത് അടിസ്ഥാനരഹിത ക്വസ്റ്റ്യൻ ആണ്. ഇഷ്ടപ്പെട്ടു. റോഷനെ മാരേജ് ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോ എന്റെ വീട്ടുകാരുടെ റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു കൊടുക്ക്. എന്റെ വീട്ടുകാരുടെ റിയാക്ഷൻ, അവര് ഭയങ്കര ഷോക്കായി. പിന്നെ കെട്ടിച്ചു തരൂല എന്നൊക്കെ പറഞ്ഞു, പക്ഷെ കൺവിൻസ് ചെയ്തു. ഞാൻ ഒരു കൺവിൻസിങ് സ്റ്റാർ ആയതുകൊണ്ട് കൺവിൻസ് ചെയ്തു. അതെന്താണ് കെട്ടിച്ച് തരൂല എന്ന് പറഞ്ഞത്? അല്ല, അങ്ങനല്ലടാ, ഞാന് ഈ ഒരു മീഡിയ പ്രൊഫഷനിലുള്ള ആളല്ലല്ലോ. അപ്പൊ പ്രൊഫഷൻ തമ്മിലൊരു ക്ലാഷ് വേണ്ടെന്ന്. ഭയങ്കര അക്കാഡമിക് ആണ്, ഞാനാണെന്നുണ്ടെങ്കിൽ ബാക്കിലെ ബെഞ്ചാണ്. എപ്പോഴും എന്റെ വീട്ടിലുള്ള ആളുകളൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പൊ ഒരു ടീച്ചർ ആണെങ്കിൽ ആ സെയിം പ്രൊഫഷനിലുള്ള ആളെ തന്നെ കല്യാണം കഴിച്ചാൽ ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതായത് ഓരോ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഒരു ബിസിനസ് മാൻ ആണെങ്കിൽ ആളും ആ ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഓർക്ക് ആ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. പക്ഷെ നേരെ മറിച്ച്, അതെ, എന്റെ തിയറി അതല്ല കേട്ടോ. അതായത് രണ്ട് പ്രൊഫഷൻ ആയി കഴിഞ്ഞാൽ മറ്റൊരു പ്രൊഫഷനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം ഇയാൾക്കില്ലാത്ത ക്വാളിറ്റി അയാൾക്ക് ഉണ്ടാവും, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ പലതും ഉണ്ടാവും. ഐ എം റൈറ്റ്? എന്റെ ഈ നിലപാടോടാണോ ഇവളെ ഈ നിലപാടോടാണോ നിങ്ങൾ യോജിക്കുന്നത് എന്നുള്ളത് കമന്റ് അതെ, ഫാമിലി നിലപാട്. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞ നിലപാടിനോട് ഇതിലേതാണ് നിങ്ങൾ യോജിക്കുന്ന നിലപാടിനോടാണ്. അതെ, കാരണം നമുക്ക് അപ്പോഴാണ് ഒരു എന്താ പറയാ, അപ്പൊ പലതും, അതായത് ഇപ്പം ബിസിനസ്സുകാരനാണ് ഓരോ തമ്മിൽ കോമ്പറ്റീഷനെ നടക്കുള്ളൂ. അവിടെ പുതിയൊരു സാധനം ഉണ്ടാക്കാൻ പറ്റൂല.
ആരാണ് കൂടുതൽ ഇത് ചെയ്യുന്നത്, പിന്നെ അവർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് കാര്യങ്ങളൊക്കെ. ഇത് 2 പ്രൊഫഷൻ ആകുമ്പോൾ അവിടെ ഈഗോ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു പുതിയൊരു സംഭവത്തിന് ഇയാൾക്ക് അറിയാത്ത സാധനം അയാൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. യെസ്, ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ഒരുപാട് ആൾക്കാർ ബബിളിന്റെ വീഡിയോ നമ്മൾ ലാസ്റ്റ് എടുത്ത വീഡിയോന്റെ അടിയിൽ വന്ന കമന്റ് ആണ്, സ്റ്റാഫിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നും പറ്റിയിട്ടില്ല, നമ്മളവിടെ ആർക്കും ഒന്നും പറ്റില്ല. കാരണം അവിടെ ഇടിഞ്ഞിട്ടും പൊളിഞ്ഞിട്ടൊന്നും ഇല്ല. ഇപ്പൊ അതൊക്കെ ഒന്നും നോക്കാത്തതിനെ കൊണ്ട്, കാരണം അവിടേക്ക് എൻട്രിയും ഇതൊന്നും ഇല്ലാത്തതിനെ കൊണ്ട്, അവിടെ ആൾക്കാർ കയറാത്തതിനെ കൊണ്ട്, അത് നേരെ കാണുമ്പോൾ കുറച്ച് മലകൾ കാണുന്നത്, ആ മലകളൊക്കെ കാടാണ്. സോ ആനകള് കാര്യങ്ങളൊക്കെ നമ്മുടെ ആ പ്രോപ്പർട്ടിന്റെ അതിലൊക്കെ മാനൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ല ഉള്ളിൽ കൂടെ ഒക്കെ. സോ ആനകൾ അപ്പുറത്തു കൂടെ ഒക്കെ പോവാറുണ്ട്, നമ്മൾ അവിടത്തേക്ക് വരാറില്ല. ഇപ്പൊ അവിടെ ആൾക്കാരെ വിഹാരം ഇല്ലാത്തതിനെ കൊണ്ട് അതും കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്, ആനകളുള്ള ഏരിയയിലാണോ റിസോർട്ട് വെക്കുന്നത്. ഇപ്പൊ അവിടെ ഒന്നും ആൾക്കാർ അധികം ഇല്ല. അതുകൊണ്ട് ആനയും മൃഗങ്ങളൊക്കെ ഈ കാൽപെരുമാറ്റം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വരുന്നതാണെന്നുണ്ടെങ്കിൽ അവര് നേരെ നടക്കാനും വയ്ക്കാനൊക്കെ വരുമല്ലോ. അങ്ങനെ വന്ന് നമ്മളുള്ള ടൈമിൽ അവിടെ ആനൊന്നും വന്നിട്ടില്ല. പിന്നെ ഫെൻസിങ് ഉണ്ടായിരുന്നു. അതെ, ഇലക്ട്രിക് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അത് ഓൺ ആക്കേണ്ട ആവശ്യമില്ല, എല്ലാം ക്ലോസ് ചെയ്ത് കിടക്കല്ലോ. ഇത് കുറെ ആൾക്കാരുടെ ഒരു കൺഫ്യൂഷൻ ആണ്. സെക്കൻഡ് മാരേജ് ആണോ, അപ്പോ ഇവരെ കല്യാണം മുന്നേ കഴിഞ്ഞിട്ടില്ലേ, മാരേജ് അന്ന് കഴിഞ്ഞില്ലേ, ഇപ്പോഴാണോ കഴിയുന്നത്, ഇവരുടെ കല്യാണം അപ്പൊ കഴിഞ്ഞില്ല. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് അപ്പൊ ഈ ചോദ്യം 2ാം കല്യാണമാണ്. 2ാം കല്യാണം കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നിക്കാഹാണ് മുൻപ് നടത്തിയത്. നിക്കാഹില് അതുകൊണ്ടാണ് സിംഗി എന്റെ വീട്ടിൽ വരാത്തതുണ്ടായിരുന്നത്. അപ്പോ നിക്കാഹിന്റെ ടൈമിൽ നമ്മൾ പറഞ്ഞിട്ട് ഇനി കൂട്ടിക്കൊണ്ടരലും കല്യാണം കൂടി നടത്തുന്നുണ്ട്. അതാണ് ഇപ്പൊ കഴിഞ്ഞത് അല്ലേ? അപ്പൊ ഇത് 2 സംഭവങ്ങളാണ്. ഇനി ഒരു സാധനം കൂടി നമുക്ക് പെൻഡിങ് ഉണ്ട്. എന്ത്? നമ്മുടെ രജിസ്റ്റർ മാരേജ് ഉണ്ട്, റിസപ്ഷൻ ഉണ്ട്. ഇത് നടത്താൻ തന്നെ എനിക്ക് ഇപ്പൊ ആഗ്രഹമില്ല. കാരണം അത് നടത്തുമ്പോ എന്തെങ്കിലും അവസ്ഥ. അതെ, നമുക്കെന്നെ ബോറടിക്കുന്നു, പിന്നെ നിങ്ങൾക്ക്. അതെ, നിങ്ങളെ മുന്നിൽ കല്യാണം എന്ന് പറഞ്ഞു വരാൻ വയ്യ, പേടിയാവിടെ. റിസപ്ഷൻ ഒക്കെ നടത്തേണ്ടതാ, പക്ഷെ അതിനും ചിന്ത വരുന്നില്ല. നെക്സ്റ്റ്, ഇതെന്താ മാരേജ് ചെറുതാക്കിയത്? യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ആരെയും ഇൻവൈറ്റ് ചെയ്തില്ലല്ലോ, ഇതിലെന്തോ സംതിങ് ഫിഷി. ഓക്കെ, സംഭവം നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കണ്ടാ മനസ്സിലാവും. നമ്മള് തല്ലിപ്പിരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോഴും കൂടി കഴിഞ്ഞ് പോയിട്ട് നമ്മള് കുറച്ച് ഫ്രണ്ട്സിനായിട്ട് നമ്മളവിടെ നിന്ന് പുണ്ണിച്ചേട്ടൻ ഉണ്ടായിരുന്നു, ഡ്യൂഡ് ഉണ്ടായിരുന്നു, നമ്മളെ കാർത്തിനെ കാണാൻ പോയിരുന്നു, ശരണ്യനെ കണ്ടിരുന്നു. ഇവരെല്ലാരും ഇതൊന്നും തട്ടിപ്പിരിഞ്ഞൊന്നല്ല. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഉപ്പൊക്കെ വയ്യാതായപ്പോ പെട്ടെന്ന് തന്നെ ഞാൻ ഈ പുറത്ത് ഇപ്പോഴും അതിന്റെ ശേഷം വീട്ടിൽ നമ്മൾ അധികം നിൽക്കണ്ടല്ലോ, വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പോകണുള്ളൂ. അപ്പൊ ഞാൻ ഈ പുറത്ത് ഓട്ടപ്പാച്ചിലായിട്ട് വീഡിയോ കണ്ടിന്യൂ ഇടാൻ പറ്റുന്നില്ല. പിന്നെ ഉപ്പക്ക് വീട്ടിൽ നമ്മളില്ലാതാകുമ്പോൾ ഉപ്പക്ക് ഒരു വിഷമമുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ വെച്ചിട്ട് ഇവളെ പെട്ടെന്ന്, പിന്നെ വല്യമ്മന്റെ ആഗ്രഹമായിരുന്നു ഇവളെ കൊണ്ടുവരണമെന്നുള്ള. അപ്പൊ അതുകൊണ്ടാണ് ഇവളെ വേഗം കൂട്ടിക്കൊണ്ടുവന്നത്, ആ പെട്ടെന്നൊന്ന് നടത്തിയത്. ആ ചെറിയ പരിപാടി കുറുക്കി. പിന്നെ എനിക്ക് പേഴ്സണലി വളരെ എല്ലാരെയും വിളിച്ച് കഴിക്കണം എന്നുള്ളത് എനിക്ക് മുമ്പേ ആഗ്രഹമില്ല. നമ്മൾ ആൾക്കാർ മാത്രം ആയിട്ടില്ല, അറിയുന്ന ആൾക്കാർ മാത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ചില കല്യാണങ്ങൾ എന്ന് പറയുമ്പോ നമ്മൾ ഈ കല്യാണം കഴിക്കുന്ന ആൾക്ക് പോലും ചിലപ്പോ പരിചയം ഉണ്ടാവില്ല ഈ വരുന്നത് ആരാധ പോലെ. എന്നിട്ട് കൈ കൊടുത്ത് സംസാരിക്കേണ്ടത് വിചാരിച്ചിട്ട് അവര് കൈ കൊടുത്തിട്ട് ചിരിക്കും, അറിയില്ലോ ആരോ. അതെ, അതാണ് എന്റെ ആഗ്രഹം. പിന്നെ അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സിനും കുറെ ആൾക്കാരെ വിളിക്കാണ്ട്, യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പരിപാടിയാണ്. അതൊരു റിസപ്ഷൻ നടത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിപ്പോ ഇങ്ങളെ സംസാരം കേൾക്കുമ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടത്, കാരണം ഇവന്റെ ഇഞ്ഞു കഴിഞ്ഞില്ലേ എന്ന് ആൾക്കാർ വിചാരിക്കില്ല, ഇടിക്കുകയും ചെയ്യും. അതാണ് എന്റെ അവസ്ഥ. ഓക്കെ, അപ്പം അതാണ് സംഭവം. ഇതുകൊണ്ടാണ് മുന്നത്തെ നിക്കാഹും ഇത് കല്യാണവുമായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വീട്ടിലുള്ളത്. അപ്പൊ നമ്മുടെ എന്റെ ഫസ്റ്റ് ഡേ വീഡിയോന്റെ അടിയിൽ വന്ന ഭയങ്കര കോമൺ ആയിട്ട് വന്ന കുറച്ച് അഭിപ്രായം, അതിൽ ഒരു ഒപ്പീനിയൻ ആണ്, തന്റെയും തന്റെ ഉമ്മയുടെയും വിചാരം വീട്ടുപണി എടുക്കാനാണ് മരുമകൾ എന്നാണോ? ഇത്രയും കാലം മകൻ ചെയ്യാത്ത പണിയാണ് മരുമകളെ കൊണ്ട് എടുപ്പിക്കുന്നത്. പിറ്റി ഓൺ യു ഗൈസ്. ഈ കമന്റ് പറയാനുള്ളത്, ഈ കമന്റ് ചെയ്ത ആളോടൊക്കെ പറയാനുള്ള ഒരു കാര്യമുള്ളൂ. എന്റെ വൈഫിനെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മൊത്തം പണി എടുക്കുന്നല്ല, അത് ഇപ്പോഴും ഉമ്മ തന്നെ ചെയ്യുന്നത്. ഓക്കെ, ഇവൾക്ക് പറ്റുന്ന ടൈമിലുള്ള ഇവളെ കോൺട്രിബ്യൂഷൻ ആണ് ഇപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളമ്മയും വേലക്കാരിയാണോ? ആരും അല്ല. നമ്മളിപ്പോ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്, പറ്റാത്ത ടൈമിൽ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഇവിടുത്തെ അടിച്ചോരിട്ടുണ്ട്, തുടച്ചിട്ടുണ്ട്, തിരുമ്പാനുള്ള സാധനത്തിൽ കൊണ്ടുപോയി ഇട്ടിട്ട് അതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടാത്തിട്ടുണ്ട്, അത് ഇതാക്കിയിട്ടില്ല എന്നുള്ളൂ. എന്നാലും ഇമ്മ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ മുകളിൽ കൊണ്ടുപോയിതാക്കലും പാത്രം കഴുകലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടില് പേഴ്സണലി എൻ്റെ ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ഉമ്മക്ക് എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുത്താൽ മതി.
അത് നമ്മൾ ഉള്ളപ്പോഴേ നമ്മൾ ചെയ്തു കൊടുക്കുന്നുള്ളൂ, പറ്റുമ്പോഴേ ചെയ്തു കൊടുക്കുന്നുള്ളൂ. ആ കോൺട്രിബ്യൂഷന് ചെയ്തു കൊടുക്കും. അല്ലാതെ വേലക്കാരായിട്ട് ഇവിടെ ഒരാളും കാണുന്നില്ല. നമ്മളടക്കം ചെയ്തിരുന്ന ഉപ്പിയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഹെൽപ്പുകള്. അപ്പോൾ ഉപ്പൊക്കെ കഴിയുന്ന ടൈമിൽ കേട്ടോ ഈ അലക്കലും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ഉമ്മക്ക് വയ്യാതായപ്പോൾ ഉപ്പ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റാശി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനായിക്കോട്ടെ, ഞാനും ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കോൺട്രിബ്യൂഷൻ, ഇപ്പം ആ കോൺട്രിബ്യൂഷനെ ഇവളാണെങ്കിലും ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇവളെ കൊണ്ട് മൊത്തം പണിയെടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശമൊന്നും നമുക്കില്ല, ചെയ്യിപ്പിച്ചിട്ടുമില്ല. യെസ്. പിന്നെ എന്താന്ന് വെച്ചാൽ 24/7 നമ്മള് ഫ്രീ ഒന്നുമല്ല, നമുക്ക് നമ്മളേതായിട്ടുള്ള വർക്കുകളുണ്ട്. അപ്പൊ ഞാൻ മാക്സിമം എന്ത് ചെയ്യുന്ന വെച്ചാൽ മോർണിംഗ് എണീച്ചാൽ എന്റെ പണികളൊക്കെ തീർക്കാൻ നോക്കും. കാരണം അത് കഴിഞ്ഞ് നമുക്ക് ഷൂട്ടും കാര്യങ്ങളും ചെയ്യാം, എന്റെ കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ട് Singi is acting too much. After marriage, she will act innocent in Roshan house. She will be silent, don't talk. But when she go out, she is active. No health issue. അതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാല് വന്ന് 2 ദിവസത്തിലായിരിക്കും മേ ബി നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും ഞാൻ അങ്ങനെ സംസാരിക്കുന്നില്ല എന്നുള്ള സാധനം. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ വീട് വിട്ട് ഞാൻ നിൽക്കുമ്പോഴുള്ള എന്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. അല്ലാണ്ട് ഞാനിവിടെ സംസാരിക്കാണ്ടിരിക്കുക അങ്ങനെ എന്താ പറയുക, ഭയങ്കര ഇന്നസെന്റ് ആയിട്ട്, ഞാൻ അത്ര പാവായിട്ടുള്ള ആളൊന്നും അല്ല ഗൈസ്. എന്നെ പാവമാക്കരുത്, അതാണ് എനിക്ക് പേടി. പാവം എന്നുള്ള ഒരു ലേബിള് തരുമ്പോഴാണ് എനിക്ക് പേടി. ഞാൻ അത്ര പാവൊന്നും അല്ല. സാധാരണ ഹ്യൂമൻ ബീങ് എല്ലാ സാധനവും അതെ ക്രൂരിയാണ് ഗൈസ്, ക്രൂരി. അപ്പൊ അങ്ങനെ അതുകൊണ്ട് പുറത്തു പോകുമ്പോ ഒരുപാട് സംസാരിക്കുന്നത്. പിന്നെ ഇവിടെയുള്ള ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ, ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് ഗൈസ്. ഇപ്പൊ ഉമ്മ ആയിക്കോട്ടെ വാപ്പയൊക്കെ ആയിട്ടും ജനറേഷൻ ഗ്യാപ്പ് കൂടുതലാണ്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്ന രീതിയിലായിരിക്കില്ല അവർക്ക് മനസ്സിലാവുകയും കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, സംസാരിക്കാണ്ട് കുറച്ച് സാധനങ്ങളിൽ ഞാൻ സൈലന്റ് ആയിട്ട്, അതെ. അപ്പൊ ആ രീതിയിൽ ഞാൻ സൈലന്റ് ആയിട്ടിരിക്കും. പിന്നെ നമ്മുടെ കംഫർട്ട് സോണിൽ നമുക്ക് എന്തും പറയാലോ. ഇപ്പൊ ഇവരെങ്ങനെ എടുക്കുന്ന എനിക്കറിയാം, ഇനി ഫ്രണ്ട്സ് ആണെങ്കിലും എങ്ങനെ എടുക്കുന്ന അറിയാം. അതുകൊണ്ട് ഞാൻ എന്ത് സംസാരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നത്. ഒരു ഫൺ സാധനമുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ, ഇത് റോഷനോടാണ്. എനിക്കൊന്നും ചോദിക്കാനില്ല ബ്രദർ, ഒരു കാര്യം പറയാനുണ്ട്. ആരാ ചോദിച്ചത്? ഏത് ഹമ്പുക്കാണ്? നസീമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡി എന്നാണ്. ഒരു കാര്യം പറയാനുണ്ട്. ഒരു വീഡിയോ എങ്കിലും 2 കൈയും അടക്കി വെച്ച് സംസാരിക്കുന്ന കാണാൻ ഒരു ആഗ്രഹമുണ്ട്. പറ്റുമോ ചേട്ടാ? അതാ ചോദിക്കും. ഒരു വീഡിയോ അത് ഇതിലാണെങ്കിലും ഫുള്ള് ഞാൻ കഥകളി കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൈ ഞാൻ പിടിച്ചിരിക്കാം. പറ്റില്ല ഗൈസ്, എന്റെ കൈയിനെ ഒതുക്കി വെച്ച് അതെനിക്ക് എന്താ അറിയില്ല. ഞാൻ അങ്ങനെ തന്നെ അല്ലാതെ ഞാൻ സംസാരിക്കുമ്പോ അതൊക്കെ വരുന്നത് നോക്കിയിട്ട്. അപ്പൊ റോഷൻ അത്രയും ശ്രദ്ധിക്കുന്നുണ്ട് ആൾക്കാര്. അതെ അതെ അതെ, ഭയങ്കരമായിട്ടും. അത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, അത് എനിക്ക് അങ്ങനെയാണ്. ഞാൻ പുറത്തുനിന്നൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഞാൻ അല്ലാത്ത ടൈമിലും ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെയാണ് ഞാൻ. അല്ലാതെ ഞാൻ വീഡിയോന്റെ മുന്നിൽ കൈ പൊങ്ങി വീഡിയോന്റെ മുന്നിൽ ഇപ്പൊ കണ്ടില്ല നിങ്ങള്, വീഡിയോന്റെ മുന്നിൽ വരുമ്പോ മാത്രമല്ല ഇങ്ങനെ, ഞാൻ അല്ലാതെ ഇങ്ങനെ തന്നെ. അല്ല, നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നതിന് വളരെ നന്ദി. കാരണം ഒരുപാട് ആൾക്കാർ അതുപോലെ ഇതിലൊന്നും ഇല്ലാത്ത പറയാനുള്ളത്. ഒരുപാട് ആൾക്കാര് പിന്നെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്തിട്ട് ഇപ്പം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഞാനിപ്പോ റെഗുലർ ഭയങ്കര ആയതെന്ന് പറഞ്ഞാൽ, റെഗുലർ ഇടാൻ നമുക്ക് ഭയങ്കരമായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞാല്, നമ്മൾ നിങ്ങളുടെ ആ ഒരു റിയാക്ഷനും നിങ്ങൾ അതിനെപ്പറ്റി വിമർശനമായിക്കോട്ടെ, നല്ലതായിക്കോട്ടെ, ചീത്തതായിക്കോട്ടെ, എന്ത് പറഞ്ഞാലും നിങ്ങൾ ആൾക്കാർ കുറച്ചെങ്കിലും കാണുമ്പോൾ നമ്മൾ എഫേർട്ട് ഇടുന്നതിന് ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് കണ്ടാൽ നമ്മൾ ഇടുന്ന എഫേർട്ട് ഒരു കാര്യം ഉണ്ടെന്നുള്ളത് നമുക്ക് കിട്ടും ചെയ്യും. അതേപോലെ തന്നെ വീണ്ടും ചെയ്യാനും പുതിയ പുതിയ സംഭവങ്ങൾ ഇതാക്കാനൊക്കെ നമുക്ക് ഓരോ മോട്ടിവേഷനാണ്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടന്റ് ഒക്കെ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. ഒന്നുകിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പറയാം, കണ്ടന്റ് സജസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് കമന്റ് ആയിട്ട് കണ്ടന്റ് സജസ്റ്റ് ചെയ്ത് തരാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ രീതിക്ക് അനുസരിച്ചാണ് നമ്മൾ പോയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ സാധനങ്ങൾ കളയണം എന്ന് പറയുന്നത്, അത് നിങ്ങളെ ഇതിൽ തന്നെ കളയാന്ന് നമ്മൾ വിചാരിച്ചത് തന്നെയാണ്. അടുത്താവുമ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയേക്കാം. ഓക്കെ, അപ്പൊ എല്ലാം നിങ്ങളെ സജഷൻ അനുസരിച്ച് നമ്മൾ പോകുന്നത്. നിങ്ങളെ വിമർശനമാണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ നല്ലതായിക്കോട്ടെ പറയുന്നതൊക്കെ അതൊക്കെ ഇതാക്കി ചിലത് നമുക്ക് പറഞ്ഞു തരേണ്ടത് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളോട്. അതായത് ഇങ്ങനെയാണ് നമ്മളത്. കാരണം നിങ്ങളെല്ലാം കാണുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസങ്ങൾ 2-3 ദിവസം നമുക്ക് മിസ്സായി പോയത് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റേതിൻ്റെ തിരക്കിലായിരുന്നു. കാരണം അതിൻ്റെ പുറകെ നിന്നിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ മൈൻഡിൽ നിൽക്കുമ്പോൾ വീഡിയോ ഇതാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു. ക്ഷമിക്കണം, എല്ലാവരും ക്ഷമിക്കുക. ഇനിയും കണ്ടിന്യൂ ഉണ്ടാവുന്നതാണ്. ഇനി ഗ്യാപ്പ് വരികയാണെങ്കിൽ നമ്മൾ ഷോർട്സ് എങ്കിലും വന്നിരിക്കുന്നതാണ്. സോ എന്നും
നമ്മൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അതെ, അപ്പൊ എന്തായാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോണ്ടന്റ്സ് നമ്മളെടുത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത് already നിങ്ങള് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ, രണ്ട് ഉമ്മ കിട്ടിയല്ലോ. അപ്പൊ ഗൈസ് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തോ, ലൈക്ക് ചെയ്തോ. സബ്സ്ക്രൈബ്. നമ്മൾ വീഡിയോ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ ഒന്ന് വന്ന് കണ്ടിട്ടില്ലേ, നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം തരാൻ വേണ്ടിട്ട് വെക്കാം. ഇനിയിപ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് തന്നേക്കാം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തന്നേക്കാം. അതൊന്ന് തരാൻ ശ്രമിക്കുക. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെയും ബൈ.